ഓം ശാന്തി. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും 3 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. വിജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. എനിക്ക് സക്സസ് വേണം, എനിക്ക് ആഗ്രഹിക്കുന്ന പോലതായിട്ടുള്ള പദവിയിൽ എത്തിച്ചേരണം, എനിക്ക് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരാളാവണം, തീർച്ചയായിട്ടും ഞാൻ തൊട്ടതൊക്കെ പൊന്നാക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്മാൻ ആകണം. നിങ്ങൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള ഫീൽഡ് എന്തും ആയിക്കോട്ടെ, സക്സസ് വേണോ നമുക്ക് 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്നത് നമ്മുടെ ഭാരതത്തിലെ യുവയോഗിയായി വിശ്വപ്രസിദ്ധനായിരുന്ന വിവേകാനന്ദൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ടതായിരിക്കുന്ന മുഖ്യമായ 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും മുന്നോട്ടുള്ള യാത്ര ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കാൽ വെച്ച് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വേണ്ടത് ഭയത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ്. വിവേകാനന്ദൻ്റെ കുട്ടിക്കാലത്തെ കഥയിൽ പറയുന്നുണ്ട്, ഒരിക്കൽ വിവേകാനന്ദനും ഒരു കൂട്ടുകാരനും കൂടി വീടിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ എപ്പോഴും കയറി കളിക്കുമായിരുന്നു അത്രേ. അവരുടെ വീട്ടിലെ ഏതോ ഒരു വയസ്സായ ആൾ പറഞ്ഞു കൊടുത്തു, കുട്ടികളെങ്ങാനും വീണാലോ എന്ന് പേടിച്ചിട്ട് പറയുകയാണ്, മോനെ, ഈ മരത്തിൻ്റെ മുകളിൽ ഒരു ഭൂതമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ മേലെ കയറി വരുന്ന കുട്ടികളെയൊക്കെ ഭൂതം പിടിച്ച് തിന്നും, അതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറരുത് എന്ന്. ഒരു കുട്ടി പേടിച്ച് മരത്തിൻ്റെ മേലെ കയറാതിരിക്കാൻ നിശ്ചയിച്ചു. വിവേകാനന്ദൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ സമയം നോക്കി ആ മരത്തിൻ്റെ മേലെ കയറിയിരുന്നു. നേരം പുലരും വരെ കാത്തിരുന്നു ഭൂതം വരുന്നത് നോക്കി. പിറ്റേ ദിവസം കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ മുഴുവൻ രാത്രി കാത്തിരുന്ന ഒരു ഭൂതവും ഇല്ല, ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കിത് പറ്റില്ല, നിങ്ങളെക്കൊണ്ട് ഇതാവില്ല, നിങ്ങൾക്കിത് ചെയ്യാനാവില്ല എന്ന് എന്തെങ്കിലും ലൈഫിൽ നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് കാല് വയ്ക്കുമ്പോൾ നിനക്കിത് പറ്റും, നീ ഇത് ചെയ്യും എന്ന് പറയുന്നവരെക്കാൾ ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടെത്തുക. നിന്നെക്കൊണ്ടിത് സാധ്യമല്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെ പുറപ്പെടുന്നത്, എന്താ ഇത്ര വലിയ വലിയ സ്വപ്നം കാണേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ കൂട്ടാണ് നമ്മുടെ മുന്നിൽ കാണുക. ആ സമയത്ത് ഓർക്കുക, മരത്തിൻ്റെ മേലെ കയറി കാത്തിരുന്ന പേടിയില്ലാതാക്കിയ വിവേകാനന്ദനെ പോലെ ജീവിതത്തിൽ ലക്ഷ്യമാകുന്ന മരത്തിൻ്റെ മേലെ കയറി കാത്തിരിക്കാൻ, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവാൻ, അഥവാ കൊച്ചു കൊച്ചു തോൽവികൾ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലെ ഭയത്തെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ആദ്യം നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യം നമ്മുടെ ഭയത്തിനെയാണ് ഇല്ലാതാക്കേണ്ടത്. ഏതൊരു കാര്യവും ചെയ്ത് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ആവും. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്ത് തന്നെയാണ് എല്ലാവരും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തുന്നത്. അതുകൊണ്ട് ചെയ്യാൻ ഭയപ്പെടുന്ന ആളുകൾ ഒന്നും നേടാറില്ല. അതുകൊണ്ട് ചെയ്തു നോക്കൂ. ഒരു ബിസിനസ് ആണെങ്കിൽ വരുന്നത് വരട്ടെ, തുടങ്ങി നോക്കൂ, ചെയ്തു നോക്കൂ. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും പ്രസൻറ്റേഷൻ ആണെങ്കിൽ, അത് പാടാനാണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും ആക്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിലാണെങ്കിലും, അതല്ല മറ്റേത് ഫീൽഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെയൊക്കെ ആദ്യം നമ്മുടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാവും. അതുണ്ടായിക്കോട്ടെ, അതില്ലാതെ ആരും എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനെ മൈൻഡ് ചെയ്യാതെ അതിനോടുള്ള ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് കാൽ വെച്ച് പോവുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. രണ്ടാമത്, വിശ്വാസം നമുക്ക് നമ്മളിലാണ് വേണ്ടത്. അതും വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ കാണാം. ഷിക്കാഗോയിൽ അദ്ദേഹത്തിന് സ്പീച്ച് ചെയ്യാനുള്ളതായിട്ടുള്ള ചാൻസ് കിട്ടി. പൈസ കയ്യിലുണ്ടായിരുന്നില്ല, സന്യാസിയായിരുന്നു, സ്വാമിയായിരുന്നു. അദ്ദേഹം ഷിക്കാഗോയിൽ എത്തിയ ശേഷമാണ് അറിയുന്നത് 2 മാസത്തേക്ക് സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു. അവിടുത്തെ ഈ വലിയ ചെലവിൽ താമസിക്കാനുള്ളതായിട്ടുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, സഹായിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. 2 മാസത്തിൽ പല ദിവസങ്ങളും പട്ടിണി കിടന്നു. പലപ്പോഴും കടത്തിണ്ണകളിൽ അദ്ദേഹത്തിന് ഉറങ്ങേണ്ടതായിട്ട് വന്നു. പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. ഒരു സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സിങ് ആയതുകൊണ്ട് പരിഹസിച്ച ഒരുപാട് ആളുകൾ, ഓടിപ്പിച്ച ആളുകൾ, എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് എന്നാണോ ഷിക്കാഗോ സമ്മേളനത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ലോകം കേട്ടത്, ലോകത്തെല്ലാവരും ഭാരതത്തിലെ ആ യുവയോഗിയുടെ ജ്ഞാനത്തിനെ, ശക്തിയെ, ആത്മനിർവൃതിയെ, ആത്മാവിൻ്റെ ഉള്ളിലെ ഊർജത്തെ അംഗീകരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കൃതി, ഭാരതത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ, ഭാരതീയ മനോഭാവത്തെ വിശ്വത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടതായിട്ടുള്ള
ഭാരതാംബയുടെ പ്രിയപുത്രനായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത് സ്വയം അവനവനുള്ളതായിട്ടുള്ള വിശ്വാസമൊന്നും മാത്രമാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ മത്സരിക്കേണ്ടതും നമ്മളുടെ അടുത്താണ്, നമുക്ക് വിശ്വാസം വേണ്ടതും നമ്മളിൽ തന്നെയാണ്. എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉണ്ടോ അത്രത്തോളം തീർച്ചയായിട്ടും വിജയം നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇന്നത്തെ ലോകത്ത് ഞാൻ എടുത്തു പറയുകയാണ്, അവനവനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിക്കാനുള്ളതായിട്ടുള്ള ഒരു മനോഭാവം. പണ്ടത്തെ കാലത്ത് വാക്ക് പറഞ്ഞാൽ വാക്കിന് വേണ്ടി തല കളയുന്നതായിട്ടുള്ള ആളുകളുടെ കാലമായിരുന്നു. ഞാൻ ഓർത്തു പോവും, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു മുത്തശ്ശൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്കിൻ്റെ പേരിൽ എനിക്ക് എന്തുണ്ടോ അതിൻ്റെയൊക്കെ പകുതി നിനക്കാണിടാ എന്ന് വാക്ക് പറഞ്ഞു എന്നും, സ്ഥലം വാങ്ങിക്കുമ്പോൾ കൂട്ടുകാരെ ഓർമ്മിപ്പിച്ചു, നീയല്ലേ എന്നോട് വാക്ക് പറഞ്ഞത്, നിനക്കുള്ളതിൻ്റെ ഒക്കെ പകുതി എനിക്കാണെന്ന്, പകുതി എൻ്റെ പേരിലല്ലേ വാങ്ങുന്നത് എന്ന്. അങ്ങനെ കൊടുത്തു പോയതായിട്ടുള്ള തറവാട്ടിലെ ഒരു കാർന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കഥ. അത് എൻ്റെ അച്ഛൻ്റെ കാലമായപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ആരും വാക്ക് പാലിക്കണം ഞാൻ കണ്ടില്ല. എന്നാലും വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം എന്നതായിട്ടുള്ള ഒരു ആശയം, ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു വാഞ്ചയൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, പറഞ്ഞു എന്നുള്ളത് ശരിയാ, വല്ല രേഖയുണ്ടോ, രേഖയിലേക്ക് ആക്കിക്കോ എന്നാലേ വിശ്വസിക്കാൻ പറ്റൂ. ശരിയല്ലേ? കാരണം വാക്ക് പറഞ്ഞാൽ അത് മാറ്റി പറയാനായിട്ടൊരു മടിയില്ലാത്ത ലോകമാണ്. മൂല്യം മനുഷ്യനുള്ളിൽ നഷ്ടമാവുന്നുള്ളതിൻ്റെ പ്രൂഫാണത്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ആധാരമായിരിക്കുന്ന സക്സസിൻ്റെ മൂലബിന്ദു എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയോ, ഒരു കപ്പലിനെ തിരിക്കണം എന്നുണ്ടെങ്കിൽ കപ്പൽ പിടിച്ചിട്ട് ആർക്കും തിരിക്കാൻ സാധ്യമല്ല. പക്ഷെ അതിനുള്ളൊരു ചെറിയ ചക്രമുണ്ട്, ആ ചക്രം പിടിച്ച് തിരിച്ചാൽ കപ്പൽ തിരിയും. അതുപോലെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് ആധാരമായത്, സക്സസ്സിന് ആധാരമായിരിക്കുന്നത് പുറമെയുള്ളതായിട്ടുള്ള ഘടകങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന ശക്തിയാണ്. ആ ശക്തിയെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, വാക്ക് പറഞ്ഞത് വാക്കായിരിക്കണം. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുന്നേ പെട്ടെന്ന് ഇമോഷണലി ചാർജായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്നാൽ ഇനി ഞാൻ ഇങ്ങനെ ചെയ്യൂ, എന്നാൽ ഞാൻ ആ ഭാഗത്തേക്കേ വരുന്നില്ല, ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അത്തരം തീരുമാനങ്ങൾ, ഉദാഹരണം ഞാൻ പറയുകയാണ്, മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എന്നും നിങ്ങളുടെ ശാന്തി കളയുന്നതായിരിക്കും. അതേസമയം ശാന്തമായ മനസ്സിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങൾ എന്നും നിങ്ങൾക്ക് ശാന്തി തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇമോഷണലി ചാർജ് ആയിരിക്കുന്ന സമയത്ത് വാക്ക് പറയരുത്, ഇമോഷണലി ചാർജ് ആയിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത്. ആലോചിച്ച് മനസ്സിലാക്കി ശാന്തമായ മനസ്സിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നേറാൻ നോക്കുകയും വേണം. ആ സഹനം, ആ ഒരു ത്യാഗം, ആ ഒരു ഹാർഡ് വർക്ക്, അത് നിങ്ങളുടെ ഉള്ളിലെ ആത്മബലത്തെ വർദ്ധിപ്പിക്കും, ജീവിതത്തിലെ വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഈ 3 കാര്യങ്ങളുടെ മൂർത്തിയായിരുന്നു വിവേകാനന്ദൻ. അതാണ് ഇന്നും ലോകത്ത് അത്രയും ആദരവോടെ ലോകം ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, നോക്കുന്നത്. നമുക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ 3 കാര്യങ്ങളെ സ്വന്തമാക്കാം. ഒന്നാമത് ഭയത്തെ ഇല്ലാതാക്കണം, രണ്ടാമത് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വേണം, മൂന്നാമത് പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് തയ്യാറാവണം. എന്നാൽ തീർച്ചയായിട്ടും ആത്മബലത്തെ ഡെവലപ്പ് ചെയ്യാം. ഊർജം, ആത്മശക്തി വർദ്ധിച്ചാൽ ജീവിതത്തിൽ എവിടെയും മുന്നോട്ടുള്ള പാത നിങ്ങൾക്ക് സുഗമമായിട്ട് തുറക്കും. നിങ്ങളൊരു പ്രോബ്ലം സീക്കിങ്ങിൽ നിന്ന് ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ അതാ പ്രശ്നം, അത് പറഞ്ഞാൽ ഇത് പ്രശ്നമാവോ, ഈ ചിന്തയിൽ നിന്ന് എവിടെ പ്രോബ്ലം പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്തുള്ള സൊല്യൂഷൻ എന്താണ്, നിങ്ങളുടെ മനസ്സ് സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡായി മാറും. പ്രോബ്ലങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചെറുതാവും, വിജയം എന്നും ക്ലിയർ ആവും. അതുകൊണ്ട് ഈ 3 മൂല്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കണം. ഓം ശാന്തി.